40 ലോക്സഭാ സീറ്റുകളും 243 നിയമസഭാ സീറ്റുകളുമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രം തന്നെ കൗതുകം നിറഞ്ഞതാണ്. രണ്ട് മുന്നണികളായിട്ടാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ 2 തവണയാണ് മുന്നണി മാറിയത്. അപ്പോഴെല്ലാം അദ്ദേഹം ബീഹാറിൻ്റെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 4 തവണ മുന്നണി മാറുകയും 4 തവണയും തൻ്റെ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചു നിർത്തുകയും ചെയ്ത ഒരാൾ കൂടിയാണ് നിതീഷ് കുമാർ. എന്തായാലും ബീഹാറിലെ പഴയ കണക്കുകളിലേക്ക് കൂടി നമുക്ക് മാജിക് വാളിൻ്റെ സഹായത്തോടു കൂടി പോകാം. എന്തായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൻ്റെ ചിത്രം, അതിന് മുമ്പുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുകൾ എന്തായിരുന്നു ചിത്രം എന്നതൊക്കെ പരിശോധിക്കാം. പ്രധാനമായും 2013 ആദ്യം നിതീഷ് കുമാർ NDA മുന്നണി വിടുന്നത്. 2013 NDA മുന്നണി വിടുന്നെങ്കിൽ 2015 തെരഞ്ഞെടുപ്പിൽ അന്ന് RJDക്കൊപ്പമാണ് മത്സരിക്കുന്നത്. 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, ബീഹാറിലെ 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, ലാലു പ്രസാദ് യാദവിൻ്റെ RJDയും അതിനു മുമ്പ് നിതീഷ് മുമ്പ് അവിടെ ഭരിച്ചിരുന്നത് ലാലു പ്രസാദ് യാദവിൻ്റെ RJDയാണ്. മറ്റ് പ്രധാനപ്പെട്ട ഒരു പാർട്ടി JDU ആണ്. നിതീഷ് കുമാറാണ് JDUവിനെ നയിക്കുന്നതും. കഴിഞ്ഞ കുറേ കാലമായി തുടർച്ചയായി ബീഹാറിന് ഇടയ്ക്ക് മാഞ്ചി കുറച്ചു കാലം ഇരുന്നൊഴിച്ചാൽ മഹാഭൂരിപക്ഷം നാളുകളിൽ മുഖ്യമന്ത്രിയായിരുന്നത് നിതീഷ് കുമാർ തന്നെയാണ്. നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരേ സമയം തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ RJDയുടെയും കോൺഗ്രസിൻ്റെയും പിന്തുണയോടുകൂടിയും മറുഭാഗത്ത് BJPയുടെ പിന്തുണയോടുകൂടിയും ഒക്കെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നുണ്ട്. 2013 അദ്ദേഹം NDA വിടുന്നത്. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്കൊപ്പം ചേർന്നാണ് മത്സരിക്കുന്നത്. 2017 RJD സഖ്യം, മഹാഗഠബന്ധൻ എന്ന് പറയുന്ന RJD സഖ്യം വിട്ട് NDAയിലേക്ക് പോകുന്നു. അതിനുശേഷം 2020 തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം ചേർന്നാണ് മത്സരിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പം മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്നു. 2022 ഓഗസ്റ്റ് ആകുമ്പോൾ അദ്ദേഹം BJP സഖ്യം വിട്ടിട്ട് അത് വീണ്ടും ലാലു പ്രസാദ് യാദവിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ സഖ്യത്തിലേക്ക് RJD കോൺഗ്രസ് സഖ്യത്തിൻ്റെ ഭാഗമായി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. 2024 ആകുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി വീണ്ടും ആ സഖ്യം മാറി അദ്ദേഹം വീണ്ടും BJP സഖ്യത്തിനൊപ്പം നിന്ന് മുഖ്യമന്ത്രിയാവുന്നു. ആ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില കൂടി പരിശോധിക്കാം. ഇത് 2025 ഇനി വരാനിരിക്കുന്ന ഈ കണക്കനുസരിച്ച് ഇവിടെ ആരുടെ സീറ്റുകൾക്കാണ് ഈ 243 പകുതിക്ക് മേൽ സീറ്റുകൾ നേടാൻ കഴിയുന്നത്, ആ മുന്നണിക്കാവും അധികാരത്തിലേക്ക് നേടാൻ കഴിയുക. ബീഹാറിനെ സംബന്ധിച്ച് അങ്ങനെ ആ മുന്നണി തന്നെ അടുത്ത 5 വർഷം ഭരിക്കുമെന്ന് ഉറപ്പൊന്നും പറയാൻ കഴിയില്ല. ബീഹാറിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അത്തരം മുന്നണി മാറ്റങ്ങളുടെ കൂടി ചരിത്രമാണ്. ഇതെല്ലാം മാറിയത് ഒരു പാർട്ടിയാണ് എന്നൊരു പ്രത്യേകത മാത്രമാണുള്ളത്. ഈ നിതീഷ് കുമാറിൻ്റെ JDU ആണ് ഈ കാലങ്ങളിലെല്ലാം മാറിയത്. നമുക്ക് 2015 ചിത്രം, 2020 ചിത്രം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം കൂടി പരിശോധിക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ചിത്രം അനുസരിച്ച് NDAക്ക് 125 സീറ്റ്, മഹാഗഠബന്ധന് 110 സീറ്റുകൾ, അതേഴ്സ് 7 സീറ്റ്, LJP 1 സീറ്റ്. രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടിയാണ്. അവർ NDAയുടെ ഭാഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഇവരുടെ സാന്നിധ്യം വലിയ തിരിച്ചടിയായത് JDU തന്നെയാണ്. NDAയുടെ സഖ്യകക്ഷികളുടെ സീറ്റുകൾ കൂടി പരിശോധിക്കാം. NDA സഖ്യകക്ഷികളുള്ള BJP 74 സീറ്റ്, JDU 43 സീറ്റ്, HMS 4 സീറ്റ്, VIP 4 സീറ്റ്. ഇങ്ങനെയാണ് NDAയുടെ സഖ്യകക്ഷികളുടെ സീറ്റുകൾ. ഇനി മഹാഗഠബന്ധൻ്റെ സീറ്റുകൾ കൂടി പരിശോധിക്കാം. മഹാഗഠബന്ധനിൽ പ്രധാനമായും 2 പാർട്ടികളാണുള്ളത്. അത് RJD ആണ്, രണ്ടാമത്തത് കോൺഗ്രസ് ആണ്. 75 സീറ്റോടെ RJD, കോൺഗ്രസിന് 19 സീറ്റ്, CPI-MLന് 11 സീറ്റ്. അതിനു മുമ്പ് 3 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് 11 സീറ്റുകളിലേക്ക് വളർന്നത്. CPMന് 3 സീറ്റുകളും CPIക്ക് 2 സീറ്റുമാണ് ലഭിച്ചത്. ഇതാണ് 2020 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. ആ നിയമസഭാ ചിത്രം വരുമ്പോൾ ഒന്നുകൂടി ആലോചിക്കണം. കഴിഞ്ഞ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ 75 സീറ്റ് നേടിയ ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് RJD ആയിരുന്നു. RJD തുടക്കത്തിൽ ഭരണം കിട്ടിയത് NDAയ്ക്കാണ്. JDU പ്ലസ് BJP സഖ്യമാണ്. ആ സഖ്യത്തിൽ നിന്നാണ് പിന്നീട് RJD സഖ്യത്തിലേക്ക് പോയി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു. വീണ്ടും ആ സഖ്യം വിട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP സഖ്യത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നത്. ഇതാണ് 2020 ചിത്രം. ഇനി നമുക്ക് 2015 ചിത്രം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. 2015 ചിത്രം പരിശോധിച്ചാൽ NDAക്ക് 125 സീറ്റ്, മഹാഗഠബന്ധന് 110 സീറ്റ്, മറ്റുള്ളവർക്ക് 6 സീറ്റ്, LJPക്ക് 2 സീറ്റ് എന്നുള്ളതായിരുന്നു. 2015 ചിത്രം പരിശോധിക്കാം.
2015 എൻ ഡി എയിലെ പ്രധാനപ്പെട്ട കക്ഷി JDUവിന് 71 സീറ്റ്, BJPക്ക് 53 സീറ്റ്, HAMSന് 1 സീറ്റ് എന്നുള്ളതായിരുന്നു. ഈ 2015 വരെയുള്ള ബീഹാറിൻ്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവിൻ്റെ ലാലു രാജ് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഗുണ്ടാ രാജ് എന്ന തരത്തിലൊക്കെ വലിയ ആക്ഷേപങ്ങൾ നേരിട്ട ലാലു പ്രസാദ് യാദവിന് തുടർച്ചയായ RJD ഭരണം, ലാലു ജയിലിലായ സമയത്ത് റാബറി ദേവിയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണത്തിൽ നിന്ന് സ്ഥായിയായി പിടിച്ചെടുത്ത ശേഷം, നിതീഷ് കുമാർ പിടിച്ചെടുത്ത ശേഷമെല്ലാം ബീഹാറിലെ ഒന്നാമത്തെ പാർട്ടി JDU ആയിരുന്നു. നിതീഷ് കുമാറിൻ്റെ വ്യക്തി പ്രഭാവം, സുശാസൻ ബാബു എന്നൊക്കെയായിരുന്നു അറിയപ്പെടുന്ന വികസന ആ നാട്ടിലേക്ക് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരാൾ. പ്രത്യേകിച്ച് അവിടുത്തെ ദളിത് പിന്നോക്ക OBC വിഭാഗങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ജാതി സമവാക്യം എല്ലാം തന്നെ അദ്ദേഹം ആ തരത്തിലേക്ക് വലിയ അംഗീകാരമൊക്കെ നേടിയ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു ഒന്നാം സ്ഥാനത്ത് നിന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ഈ JDU BJPക്ക് പിന്നിൽ അടുത്ത സ്വന്തം സഖ്യത്തിൽ BJPക്ക് പിന്നിലുള്ള പാർട്ടിയായി മാറി. ആകെ 4 പാർട്ടികളുടെ കണക്കെടുക്കുമ്പോൾ മൂന്നാമത്തെ പാർട്ടിയായി ഈ JDU മാറേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താൻ നിതീഷ് കുമാറിന് കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. NDAയുടെ ചിത്രം നമ്മൾ കണ്ടു. ഇനി നമുക്ക് അവിടുത്തെ മഹാഗഠബന്ധൻ്റെ ചിത്രം കൂടി നോക്കണം. 2015 കണക്കാണ് നമ്മൾ പറയുന്നത്. RJD 80 സീറ്റ്, കോൺഗ്രസ് 27 സീറ്റ്, CPIML 3 സീറ്റ്. ഈ 3 സീറ്റാണ് അവർ 11 സീറ്റാക്കി വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ തവണ. CPI 0, CPM 0 എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 2015 തെരഞ്ഞെടുപ്പായാലും 2020 തെരഞ്ഞെടുപ്പായാലും ബീഹാറിലെ ഒന്നാമത്തെ പാർട്ടി ലാലു പ്രസാദ് യാദവിൻ്റെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവ് നയിക്കുന്ന RJD ആയിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇത്തവണയും വീണ്ടും അവിടെ ഇനി 2010 അടക്കമുള്ള കണക്കുകളിലേക്ക് കൂടി വേണമെങ്കിൽ നമുക്ക് പോകാം. എന്തായാലും അത് വേഗത്തിൽ ഒന്ന് കണക്ക് മാത്രം കണ്ടുപോകാം, വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇതായിരുന്നു 2010 കണക്ക്. മഹാഗഠബന്ധന് 110 സീറ്റുകൾ. 2012 ആദ്യം ഇദ്ദേഹം 2013 ആദ്യം NDAയിൽ നിന്ന് മാറുന്നതെന്ന് ആലോചിക്കണം. നിതീഷ് കുമാർ അന്നും ഒന്ന് മാറി, പിന്നീടും 2022 വീണ്ടും NDAയിൽ നിന്ന് മാറി. ഇതിനിടയ്ക്ക് 2 തവണ മഹാഗഠബന്ധൻ്റെ ഭാഗമായി RJDയുടെ ഭാഗമായി ഒക്കെ നിൽക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും 2 മുന്നണി ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്നത്, ഒരു ഭാഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട മുന്നണി എന്ന് പറയുന്നത് NDA ആണ്. അത് BJP ആണ് ഇപ്പോൾ നിലവിൽ ഒന്നാമത്തെ പാർട്ടി. രണ്ടാമത്തെ പാർട്ടിയായി നിൽക്കുന്നത് അവിടെ JDU ആണ്. മറ്റ് ചെറുകിട പാർട്ടികളും ഒക്കെ ഉണ്ട്. ഒപ്പം മറുഭാഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടി RJD ആണ്. RJD നയിക്കുന്നത് തേജസ്വി യാദവാണ്. രണ്ടാമത്തെ പാർട്ടിയായി അവിടെ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. CPIML-ഉം CPM-ഉം CPI തുടങ്ങിയ പാർട്ടികളുമൊക്കെ ആ ഭാഗത്തുണ്ട്. 2 മുന്നണികളും അതിശക്തമായ ഒരു പോരാട്ടത്തിൽ തന്നെയാണ്. മുഖ്യ വിഷയമായി ഇതിനൊക്കെ പുറമെ മുമ്പ് നിതീഷ് കുമാറിൻ്റെ വിജയത്തിലൊക്കെ നിർണായക പങ്ക് വഹിച്ച പൊളിറ്റിക്കൽ അനലിസ്റ്റ് കൂടിയായ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി അവിടെ ഒരു പുതിയ വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 2 മുന്നണികളും പ്രധാനമായും ഉയർത്തുന്ന മറ്റൊരു കൗതുകകരമായ വിഷയം നിതീഷ് കുമാറിൻ്റെ ആരോഗ്യം സംബന്ധിച്ചൊരു വിഷയം കൂടിയാണ്. നിതീഷ് കുമാറിൻ്റെ ആരോഗ്യം വീക്കായിരിക്കുന്നു, അദ്ദേഹത്തിന് കൃത്യമായ ഓർമ്മയില്ല തുടങ്ങിയ വിഷയങ്ങളടക്കം ഇത്രയും കാലം മുന്നിൽ നയിച്ചത് നിതീഷ് കുമാറാണെങ്കിൽ നിതീഷ് കുമാറിന് ആ തരത്തിൽ ആരോഗ്യ കാരണങ്ങളാൽ മുന്നിൽ നയിക്കാൻ കഴിയാത്ത ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടി ദുർബലമായി പോയ, അല്ലെങ്കിൽ BJPക്ക് പിന്നിൽ രണ്ടാമതായി പോയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കുന്നത്. മറുഭാഗത്ത് ചെറുപ്പക്കാരായ 2 പേർ നേതാക്കളായി നിൽക്കുന്നു, തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും. കഴിഞ്ഞ തവണയും ഒക്കെ അവർ വിജയം പ്രതീക്ഷിച്ചാണ്, അതിനു മുമ്പും വിജയം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അത്തരമൊരു വലിയ വിജയത്തിലേക്ക്, JDUവിൻ്റെ സഹായമില്ലാതെ ജയിക്കാൻ കഴിയുന്ന ഒരു വിജയത്തിലേക്ക് അവർക്ക്, ആ മുന്നണിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും ഈ വരുന്ന ഒരു മാസം ദേശീയ രാഷ്ട്രീയം ആകെ ഉറ്റുനോക്കുന്നത് ബീഹാർ എന്ന് പറയുന്ന 243 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഈ സംസ്ഥാനത്തേക്കാവും.